ഹരേ കൃഷ്ണ. വിജയത്തിന്റെ ചരണാമൃതത്തിലെ ആദിയിലെ അധ്യായം 5 ശ്ലോകം 15 മുതലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 15. സർവഗ അനന്ത വിഭു വൈകുണ്ഠാധിധാമ കൃഷ്ണ കൃഷ്ണാവതാരേര തഹാനി വിശ്രാമ. സർവവ്യാപിയായ അനന്ത അളവറ്റ വിഭു ഏറ്റവും മഹത്തായ വൈകുണ്ഠാധിധാമങ്ങൾ കൃഷ്ണന്റെ കൃഷ്ണ അവതാരത്തിന്റെ താഹാനി അവിടെ വിശ്രാമ വസതി. വിവർത്തനം: ആ വൈകുണ്ഠാധിധാമങ്ങൾ സർവവ്യാപിയും അനന്തവും പരമോന്നതവുമാണ്. അതാണ് ശ്രീകൃഷ്ണന്റെയും അവിടുത്തെ അവതാരങ്ങളുടെയും വസതി. ശ്ലോകം 16. താഹാര ഉപരിഭാഗേ കൃഷ്ണലോകഖ്യാതി ദ്വാരക മധുര ഗോകുല ത്രിവിധത്വേ സ്ഥിതി. താഹാര അവയുടെ എല്ലാം ഉപരിഭാഗെ മുകളിൽ കൃഷ്ണലോക ഖ്യാതി കൃഷ്ണലോകം എന്നറിയപ്പെടുന്ന ദ്വാരക മധുര ഗോകുലെ ദ്വാരകയെന്നും മധുരയെന്നും വൃന്ദാവനമെന്നും അറിയപ്പെടുന്ന ത്രിവിധത്വേ മൂന്ന് വിധം സ്ഥിതി ചെയ്യുന്നു. വിവർത്തനം: ആ ആധ്യാത്മിക ആകാശത്തിലെ ഏറ്റവും ഉയർന്ന മേഖലയിലാണ് കൃഷ്ണലോകം എന്ന് വിളിക്കപ്പെടുന്ന ഗൃഹമുള്ളത്. അതിന് 3 വിഭാഗങ്ങളുണ്ട്: ദ്വാരക, മധുര, ഗോകുലം. ശ്ലോകം 17. സർവോപരി ശ്രീഗോകുല വ്രജലോകധാമ ശ്രീഗോലോക ശ്വേതദീപ വൃന്ദാവനനാമ. സർവ ഉപരി അവയുടെ എല്ലാം മുകളിൽ ഗോകുലം എന്നറിയപ്പെടുന്ന സ്ഥലം, വ്രജലോകധാമ വ്രജത്തിന്റെ സ്ഥലം, ഗോലോകം എന്ന് നാമമുള്ള സ്ഥലം, ശ്വേതദ്വീപ വെളുത്ത ദ്വീപ്, വൃന്ദാവനം എന്ന് നാമമുള്ള. വിവർത്തനം: എല്ലാറ്റിലും വെച്ച് ഉന്നതമായ ഗോകുലം വ്രജമെന്നും ഗോലോകം എന്നും ശ്വേതദ്വീപമെന്നും വൃന്ദാവനമെന്നും വിളിക്കപ്പെടുന്നു. ശ്ലോകം 18. സർവഗ അനന്ത വിഭു കൃഷ്ണ തനുസമ ഉപരഥ്യോ വ്യാപിയാചെ നാഹിക നിയമ. സർവഗ അനന്ത വിഭു കൃഷ്ണ തനുസമ ഉപരഥ്യോ വ്യാപിയാചെ നാഹിക നിയമ. സർവഗ അനന്ത വിഭു കൃഷ്ണ തനുസമ ഉപരഥ്യോ വ്യാപിയാചെ നാഹിക നിയമ. ശബ്ദാർത്ഥം: സർവവ്യാപിത്വമുള്ള, അനന്ത അളവറ്റ, വിഭു ഏറ്റവും മഹത്വമുള്ള, കൃഷ്ണ തനുസമ ശരിക്കും കൃഷ്ണന്റെ അതീന്ദ്രിയ ശരീരം പോലെ, ഉപരി അധഃ മുകളിലും താഴെയും, വ്യാപിയാചെ വ്യാപിച്ചു, നാഹിക അവിടെ ഇല്ല, നിയമ വ്യവസ്ഥിതി. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് ജയ്. വിവർത്തനം: ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവുടൽ പോലെ തന്നെ ഗോകുലം സർവവ്യാപിയും അനന്തവും പരമോന്നതവുമാണ്. ഉപരി അധോ ദിശകളിലേക്ക് അത് അസീമിതമായി വിസ്തരിക്കുന്നു. ഭാവാർത്ഥം: ശ്രീചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിലെ മഹാധികാരിയും തത്വജ്ഞനുമായ ശ്രീല ജീവഗോസ്വാമി കൃഷ്ണ സന്ദർഭത്തിൽ കൃഷ്ണന്റെ ധാമത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ മമ ധാമം എന്ന് പരാമർശിച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ ധാമത്തിന്റെ സ്വഭാവം പരിശോധിക്കുന്ന ശ്രീല ജീവഗോസ്വാമി സ്കന്ദപുരാണത്തിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിക്കുന്നു: യായതാ ഭുവി വർത്തന്തേ പുരിയോ ഭഗവത പ്രിയ താസ്തഥാ സന്ധി വൈകുണ്ഠേ തത് തല്ലീലാർത്ഥം ആധൃതാ. ദ്വാരകയും മധുരയും ഗോകുലവും പോലുള്ള ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ ധാമങ്ങൾ ഈശ്വരന്റെ സാമ്രാജ്യമായ വൈകുണ്ഠത്തിലെ തത്തുല്യമായ ധാമങ്ങളുടെ പ്രതിരൂപങ്ങളാണ്. ആ വൈകുണ്ഠത്തിലെ അപരിമിതമായ ആത്മീയ അന്തരീക്ഷം ഉന്നതവും ഭൗതികാതീതവുമാണ്. ഇത് സ്വയംഭുവ തന്ത്രത്തിൽ ദശാക്ഷരി മന്ത്രം ജപിക്കുന്നതിന്റെ ഫലം സംബന്ധിച്ച് മഹാദേവനും പാർവതിയും തമ്മിൽ നടന്ന സംവാദത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നു: ജ്ഞാനാകൽപതഥാകീർണം വൈകുണ്ഠം വ്യാപകം സ്മരേത്
അധസാമ്യം ഗുണാനാം ച പ്രകൃതി സർവകാരണം. മന്ത്രം ജപിക്കുമ്പോൾ ഒരുവൻ അതിവിശാലവും ആഗ്രഹിക്കുന്ന എന്തും നൽകുന്ന കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞതുമായ ആധ്യാത്മിക ലോകത്തെ എല്ലായ്പ്പോഴും സ്മരിക്കണം. ആ വൈകുണ്ഠ മേഖലയിലേക്ക് താഴെയാണ് ഭൗതിക സൃഷ്ടിക്ക് കാരണമാകുന്ന പ്രബലമായ ഭൗതിക ശക്തിയുള്ളത്. ദ്വാരകയും മധുരയും വൃന്ദാവനവും പോലുള്ള കൃഷ്ണലീലാ സ്ഥലങ്ങൾ കൃഷ്ണലോകത്തിൽ ശാശ്വതവും സ്വതന്ത്രവുമായി നിലനിൽക്കുന്നു. അവ ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ ധാമങ്ങളാണ്. ഭൗതിക വിശ്വാവിഷ്കാരത്തിന് മുകളിലാണ് അവ സ്ഥിതി ചെയ്യുന്നതെന്ന് കാര്യത്തിൽ ഒരു സംശയവുമില്ല. വൃന്ദാവനം അഥവാ ഗോകുലം എന്നറിയപ്പെടുന്ന ധാമം ഗോലോകം എന്നും അറിയപ്പെടുന്നു. ഭഗവത് സാമ്രാജ്യത്തിലെ അത്യുന്നത മേഖലയായ ഗോകുലം സഹസ്രദളങ്ങളുള്ള ഒരു പത്മത്തിന്റെ സദൃശമാണെന്ന് ബ്രഹ്മസംഹിത പ്രസ്താവിക്കുന്നു. ആ താമര പോലുള്ള ഗ്രഹത്തിന്റെ ബാഹ്യഭാഗം ശ്വേതദീപം എന്ന ചതുരാകൃതിയിലുള്ള സ്ഥലമാണ്. ഗോകുലത്തിന്റെ അന്തർഭാഗത്ത് യശോദാദികളായ ശ്രീകൃഷ്ണന്റെ ശാശ്വത സഹവാസികൾക്ക് വേണ്ടിയുള്ള വിപുലമായ ക്രമീകരണങ്ങളോട് കൂടിയ അവിടുത്തെ വസതിയാണ്. ആ അതീന്ദ്രിയധാമം അനന്തശേഷന്റെയും മൂലസ്വരൂപമായ ബലദേവന്റെയും ശക്തിയാൽ നിലനിൽക്കുന്നു. ബലദേവന്റെ ഒരു സമഗ്ര വിസ്തരണമായ അനന്തദേവന്റെ വസതിയെ ഭഗവത് സാമ്രാജ്യം എന്നാണ് വിളിക്കുന്നത് എന്ന പ്രസ്താവനയിലൂടെ തന്ത്രശാസ്ത്രങ്ങളും ഈ വിവരണത്തെ സ്ഥിരീകരിക്കുന്നു. വൃന്ദാവന ധാമം ഗോലോക വൃന്ദാവനത്തിന്റെ അതിർത്തിക്ക് പുറത്ത് ശയിക്കുന്ന ശ്വേതദീപത്തിന്റെ ചതുഷ്കോണത്തിലുള്ള ധാമമാണ്. ജീവഗോസ്വാമിയുടെ അഭിപ്രായ പ്രകാരം വൈകുണ്ഠ ബ്രഹ്മലോകമെന്നും വിളിക്കപ്പെടുന്നു. നാരദ പഞ്ചരാത്രത്തിൽ വിജയരഹസ്യം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: തത് സർവോപരി ഗോലോകേ തത്ര ലോകോപരി സ്വയം വിഹരേത് പരമാനന്ദി ഗോവിന്ദോ തുലനായക. ഗോപികളുടെ നായകനും ഗോകുലാധിപനുമായ ഗോവിന്ദൻ പരവ്യോമത്തിലെ പരമോന്നത സ്ഥാനമായ ഗോലോകത്തിൽ പരമാനന്ദപൂർവ്വം വിഹരിക്കുന്നു. ജീവഗോസ്വാമി നൽകിയ പ്രാമാണികമായ തെളിവിൽ നിന്ന് കൃഷ്ണലോകം ഭൗതിക പ്രപഞ്ചത്തിന് മുകളിലുള്ള ആത്മീയ ആകാശത്തിലെ ഏറ്റവും ഉന്നതമായ ലോകമെന്ന നിഗമനത്തിൽ നമുക്ക് എത്താം. അതീന്ദ്രിയമായ ആത്മീയ വൈവിധ്യങ്ങളുടെ ആസ്വാദനത്തിനായി കൃഷ്ണന്റെ അവിടെയുള്ള ലീലകൾക്ക് 3 വിഭാഗങ്ങളുണ്ട്. ഈ ലീലകൾ ദ്വാരക, മധുര, ഗോകുലം എന്നീ 3 ധാമങ്ങളിലാണ് അരങ്ങേറുന്നത്. കൃഷ്ണൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ലോകത്തിലും അതേ നാമമുള്ള സ്ഥലങ്ങളിൽ തന്റെ ലീലകൾ ആസ്വദിക്കുന്നു. ഭൂമിയിലെ ഈ സ്ഥലങ്ങൾ ആ മൂലധാമങ്ങളിൽ നിന്ന് അഭിന്നങ്ങളാണ്. കാരണം അവ അതീന്ദ്രിയ ലോകത്തിലെ ആ ദിവ്യസ്ഥലങ്ങളെ അതേപോലെ പ്രതിരൂപിക്കുന്നു. അവ ശ്രീകൃഷ്ണനെ ഭഗവാനെ പോലെ തന്നെ ശ്രേഷ്ഠവും തുല്യനിലയിൽ ആരാധ്യാർഹവുമാണ്. നന്ദനായി സ്വയം കാഴ്ചയിൽ അരുളുന്ന കൃഷ്ണ ഭഗവാൻ സർവാരാധ്യൻ ആണെന്നും അതുപോലെ വൃന്ദാവനധാമവും അവിടെ നിന്ന് തുല്യം ആരാധനാർഹമാണെന്നും ചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിച്ചു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലായ ചക്ഷുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയരൂപഗതാമഹ്യം ദദാന്തിശ്ച പദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗരജാതം സഹനരഘുനാഥാമിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിചരസഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനന്ദ ശ്രീതാം ശാഖാവിതാംശ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമനെ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. നമ്മള് ചർച്ച ചെയ്യുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യ ലീലയിലെ 5-ാമത്തെ അധ്യായം ശ്രീ നിത്യാനന്ദ ബലരാമന്റെ മഹാത്മ്യം എന്ന അധ്യായത്തിലാണ്. അപ്പം ഈ ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പരവ്യോമത്തിനെ പറ്റി, അതായത് നമുക്ക് ആധ്യാത്മിക ലോകത്തിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷനാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഭൗതിക ലോകത്തിന് നമുക്കറിയാം, ഭൗതിക ലോകം എന്ന് പറയുന്നത് 4-ൽ 1 ഭാഗം മാത്രമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഏകാംശേനോ സ്ഥിതോ ജഗത് എന്നാണ് പറയുന്നത്. ബാക്കി 4-ൽ 3 ഭാഗവും ആധ്യാത്മിക ലോകമാണ്. അപ്പൊ ആധ്യാത്മിക ലോകം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു
ഒരു റെപ്രസെന്റേഷൻ പിക്ചറാണ് നമുക്ക് ഈ ഒരു കുറച്ച് ശ്ലോകങ്ങൾ നമുക്ക് തരുന്നത്. അപ്പൊ അവിടെ ഈ ആധ്യാത്മിക ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അനേകം ഉണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൗതിക ലോകങ്ങൾ ഒരുപാടുള്ളത് പോലെ തന്നെ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ ആധ്യാത്മിക ഗ്രഹങ്ങൾ നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലോകം അതാണ് ഗോലോകം, അതാണ് കൃഷ്ണലോകം എന്ന് പറയുന്നത്. അതാണ് ഗോലോക വൃന്ദാവനം, കൃഷ്ണലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലോകത്തിനും അതിനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അത് ദ്വാരക, മധുര, ഗോകുലം എന്നറിയപ്പെടുന്ന ആ രീതിയിൽ അതിനെ 3 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു നാമത്തിൽ തന്നെ ഭഗവാൻ വീണ്ടും കൃഷ്ണൻ, ബലരാമൻ, അനിരുദ്ധൻ എന്ന രീതിയിലൊക്കെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അത് നമുക്ക് വരുന്ന ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃഷ്ണലോകത്തിന്റെ അതിന്റെ ഒരു ബോർഡർ എന്ന രീതിയിൽ ഒരു സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് ശ്വേതദീപം ഇത് കാണാൻ സാധിക്കും. പിന്നെ ഈ ഗോലോക വൃന്ദാവനത്തിന് താഴെയായിട്ടാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള വൈകുണ്ഠ ധാമങ്ങളൊക്കെ അതിന് താഴെയായിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ആക്ച്വലി ആരാണ് ശരിക്കും ഇതിന്റെയൊക്കെ നാഥം എന്ന് പറയുന്നത് ബലരാമൻ തന്നെയാണ്, അദ്ദേഹമാണ്. അപ്പൊ അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ 15ാമത്തെ ശ്ലോകത്തിലോട്ട് നമുക്ക് ജസ്റ്റ് പോവാം. എന്നിട്ട് അപ്പം ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതായത് ഈ ഒരു വൈകുണ്ഠ ധാമങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണ്. ഇത് എവർ എക്സ്പാൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ അത് അനന്തമാണ്. ഇതിനൊരു ലിമിറ്റ് ഇല്ല. നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. നമുക്കൊരു ഇത്ര സംഖ്യ എന്നുണ്ടാവും. പക്ഷെ ഇത് അനന്തവുമാണ്. അതുപോലെ ഏറ്റവും ഉയർന്നതുമാണ് ഈ വൈകുണ്ഠ ധാമങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഭഗവാൻ കൃഷ്ണന്റെ അവതാരങ്ങളുടെ വസതി, അവരുടെ പെർമനന്റ് ആയിട്ടുള്ള റെസിഡൻസ് എന്ന് പറയുന്നതും അവിടെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഉയർന്ന കൃഷ്ണൻ ലോകം എന്ന് പറയുന്നത് ആ ആദ്യത്തെ ആകാശത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ലോകമാണ്. പിന്നെ അതിനെ 3 വിഭാഗങ്ങളായിട്ട് ദ്വാരക, മധുര, ഗോപുരം എന്ന് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഉന്നതമായിട്ടുള്ള ഗോകുലത്തിൽ വെച്ച് തന്നെ വ്രജമെന്നും അല്ലെങ്കിൽ ഗോലോകം എന്നും അല്ലെങ്കിൽ ശ്വേതദ്വീപം എന്നും വൃന്ദാവനം എന്നും അതിനെ വിളിക്കപ്പെടുന്നുണ്ട് ഈ ഒരു പ്ലേസിനെ. അപ്പം ഇതിൽ പറഞ്ഞു വെച്ചാൽ ഭഗവാൻ അബ്സല്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിലോട്ട് വരാം, 18ാമത്തെ ശ്ലോകത്തിലോട്ട്. അപ്പൊ ഇതിൽ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവുടൽ പോലെ തന്നെ ഗോകുലം സർവ്വവ്യാപിയും അനന്തവും പരമോന്നതവുമാണ്. ഉപരി അധോ ദിശകളിലേക്ക് അത് അസീമിതമായി വിസ്തരിക്കുന്നു. അപ്പം ഭഗവാന്റെ പാരാഫെർണേലിയ അല്ലെ, ഭഗവാനായിട്ട് എക്സ്പാൻഡ് ചെയ്ത ഏതൊരു കാര്യം നമ്മൾ എടുത്താലും ഏറ്റവും അബ്സല്യൂട്ട് ആണ്. അതായത് ഭഗവാന്റെ ലോകവും അല്ലെങ്കിൽ ഭഗവാന്റെ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഭഗവാന്റെ ഓടക്കുഴലും ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനും ഭഗവാന്റെ ബാക്കിയുള്ള വിസ്തരങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം നമ്മളൊരു വ്യക്തിയുടെ പേര് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വ്യക്തി ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ ആ വ്യക്തി അവിടെ വരണം എന്നില്ല. പക്ഷെ ഭഗവാന്റെ നാമം, ഗുണം, ലീല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതാണ് ഭഗവാനും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ അബ്സല്യൂട്ട് ആയതുകൊണ്ടാണ്, പൂർണ്ണനായതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഭഗവാന്റെ ഈ ധാമവും ഭഗവാൻ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ ലീലകളാടിയ നമുക്കറിയാം, ഭഗവാൻ ലീലകളാടിയ ആ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ആ ഗോലോക വൃന്ദാവനവും ഈ ഭൗതിക ലോകത്തിലുള്ള ഈ കാണുന്ന നമ്മുടെ വൃന്ദാവന ധാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം ഭഗവാൻ ഇവിടെ അവതരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അവിടെ നിന്ന് അത് എടുത്ത് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആക്ച്വലി നോക്കാനുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചിലപ്പോൾ അതിനെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും നമ്മളിപ്പോ എസ്പെഷ്യലി നമ്മൾ വൃന്ദാവനത്തിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവിടെ കാണുമ്പോൾ നമ്മൾ മനസ്സിലൊരു കൺസെപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവായിരിക്കും, എന്താണ് നമ്മൾ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ചിലപ്പോൾ അവിടെ കുറച്ച് ചപ്പുചവറുകളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ തോന്നും, ഇതെന്താ ഇങ്ങനെയാണോ സ്ഥലം. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് ഒരിക്കലും നമ്മൾ അത്രയും പ്യൂരിഫൈഡ് അല്ലാത്തതുകൊണ്ട്, നമ്മുടെ അവബോധം അത്രയും ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും എന്തായിട്ട് തോന്നും, നമുക്ക് സാധാരണ ഭൗതികമായിട്ടുള്ള വീക്ഷണത്തോടെ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെയാണ്, അപ്പൊ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആക്ച്വലി സീയിങ് ത്രൂ ഹിയറിംഗ് എന്ന് പറയും. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ചെവിയിലൂടെയാണ് കാണുന്നത് ആക്ച്വലി നമ്മൾ നോക്കാനുണ്ടെങ്കിൽ. നമ്മൾ എത്രത്തോളം പ്യൂരിഫൈ ആവുന്നോ അതനുസരിച്ചാണ് നമുക്ക് ഈ ധാമങ്ങളെ കാണാൻ സാധിക്കുക. അപ്പം ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഭഗവാന്റെ ധാമത്തിനെ പറ്റി ഇപ്പൊ നമുക്കറിയാം, ഭൗതിക ലോകത്തിൽ നമുക്ക് പലപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയാം അല്ലെ, ഇത്ര ദൂരമായിരിക്കും അല്ലെങ്കിൽ മേ ബി എന്നൊക്കെ അതിനെ അവർ പറയാം. പക്ഷെ നമ്മൾ ആധ്യാത്മിക കാര്യങ്ങളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടും ഇതിൽ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ശാസ്ത്രങ്ങൾ പ്രകാരം
നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് അത് പറയാൻ സാധിക്കുന്നത്, അല്ലേ? ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമുക്ക് ഗുരുശിഷ്യ പരമ്പരയോടെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് എവിടെയാണ് ഗോലോകം സ്ഥിതി ചെയ്യുന്നതെന്നും എവിടെയാണ് ഭൗതിക ലോകം എന്നും അപ്പം അതിൽ ഗോലോകത്തിന്റെ പല പല എക്സ്പാൻഷൻസ് എന്താണെന്നും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്തിനാണ് ഇതൊക്കെ നമുക്ക് തരുന്നത്? ആക്ച്വലി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെയാണ് ചെന്നെത്തേണ്ടത് എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇതിനെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇതിനെപ്പറ്റി നമുക്ക് ഭഗവത്ഗീതയിലായാലും ശരി, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ഇത്യാദി എല്ലാ ഗ്രന്ഥങ്ങളിലും ആ ധാമത്തിനെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു ധാമം എന്ന് പറയുന്നത് സെൽഫ് ഇല്യൂമിനേറ്റിംഗ് ആണെന്നും അതിന് വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു ഊർജത്തിന്റെ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ പറയുന്നു വേറെ ഇതിൽ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്ന ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഈവൻ ജീവഗോസ്വാമിയും അല്ലെങ്കിൽ മഹാദേവനൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ഒരു ധാമം, അതായത് നമുക്കറിയാം ഭൗതിക ലോകത്തിൽ നമുക്ക് പ്രളയവും മഹാപ്രളയമൊക്കെ വരുമ്പോഴും ഇതൊക്കെ നശിച്ചു പോവാണെങ്കിൽ കൂടി ധാമങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എങ്ങനെയാണ് വൃന്ദാവനം, അതിന്റെ സ്ട്രക്ചറിനെ പറ്റി ഇവിടെ ചെറുതായിട്ട് ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ പറയുന്നത് വെച്ചാൽ വൃന്ദാവനം അഥവാ ഗോകുലം എന്നറിയപ്പെടുന്ന ധാമം ഗോലോകം എന്നും അറിയപ്പെടുന്നു. ഭഗവത് സാമ്രാജ്യത്തിലെ അത്യുന്നത മേഖലയായ ഗോകുലം സഹസ്രതലങ്ങളുള്ള ഒരു പത്മത്തിന് സദൃശ്യമാണെന്ന് ബ്രഹ്മസംഹിത പ്രസ്താവിക്കുന്നു. അപ്പൊ എന്താണ് സഹസ്രദളങ്ങൾ, അല്ലെ? ഒരു ആയിരക്കണക്കിന് ദളങ്ങൾ, അത്രയും ലോട്ടസ് പെറ്റൽസ് ഉള്ള ഒരു പത്മത്തിനെ പോലെയാണ് ഈ ഗോകുലം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്താണ് പറയുന്നത്? ആ താമര പോലുള്ള ഗ്രഹത്തിന്റെ ബാഹ്യഭാഗം ശ്വേതദീപം എന്ന ചതുരാകൃതിയുള്ള സ്ഥലമാണ്. അപ്പം ഈ ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോട്ടസ് അല്ലെങ്കിൽ ആ താമരപ്പൂവിന്റെ പുറത്ത് ഒരു ചതുരാകൃതിയുള്ള സ്ഥലത്തിനെയാണ് ശ്വേതദീപം എന്ന സ്ഥലത്തിന് എന്ന് പറയുന്നത്. അപ്പം ഈ ഗോകുലത്തിന്റെ അന്തർഭാഗം, അതിന്റെ ആ ഒരു ലോട്ടസിന്റെ അകത്തുള്ള ഭാഗത്താണ് ഭഗവാന്റെയും നന്ദയശോദകളുടെ അവരുടെയൊക്കെ സഹവാസികളുടെ അവരുടെ ലീലകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ്. അപ്പൊ ആ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ഈ ധാമം അതൊക്കെ ആക്ച്വലി അനന്തശേഷന്റെയും ആ ശക്തി, അതിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൗതിക ലോകം ആധ്യാത്മിക ലോകമൊക്കെ നിൽക്കുന്നതിന്റെ അതിനൊക്കെ നിലനിർത്തുന്ന ശക്തി എന്ന് പറയുന്നത് ആരാണ്? ബലദേവന്റെയാണ്. അപ്പൊ നമുക്ക് ഈ അദ്ദേഹത്തില് ബലരാമനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലും പറയുന്നത് എന്താണ്? അപ്പൊ ബലദേവന്റെ ശക്തിയാലാണ് നിലനിൽക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ ഇതിന്റെയൊക്കെ സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തതായിട്ട് ഇതിൽ പറയുന്നത് പിന്നെ ഇതിൽ ലാസ്റ്റ് ആയിട്ട് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയമായ ആത്മീയ വൈവിധ്യങ്ങളുടെ ആസ്വാദനത്തിനായി കൃഷ്ണന്റെ അവിടെയുള്ള ലീലകൾക്ക് 3 വിഭാഗങ്ങളുണ്ട്. ഈ ലീലകൾ ദ്വാരക, മധുര, ഗോകുലം എന്നീ 3 ധാമങ്ങളിലാണ് അരങ്ങേറുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ മൂന്നായിട്ട് പിന്നെ 3 ലീലകൾ, ഇപ്പൊ ഭഗവാന്റെ ദ്വാരകാലീലം ഉണ്ട്, മധുരാലീലം, പിന്നെ ഗോകുലം. അപ്പൊ ഈ 3 സ്ഥലങ്ങളിലായിട്ട് അതിന് 3 ഡിവിഷൻസ് ആയിട്ട് ഈ ഒരു ഗോലോകത്തിന്റെ നടുക്കുള്ള ആ ഒരു പ്ലാനറ്റിൽ നിന്ന് പുറത്തായിട്ട് 3 ലീലകളായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ലീലകൾ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ആ ലീലകൾ നമുക്ക് പ്രത്യക്ഷമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതേ ആ ഒരു ഗോലോകത്തിൽ റിയൽ ആയിട്ടുള്ള സ്പിരിച്വൽ വേൾഡിൽ കാണുന്ന മധുര, ഗോകുലം, ദ്വാരക എന്ന് പറയുന്നതാണ്. അത് ഇവിടെ ആക്ച്വലി റിപ്ലിക്ക, അല്ലെ, മാനിഫെസ്റ്റേഷൻ പോലെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതേ സ്ഥലം തന്നെയാണ് ആക്ച്വലി, അതേ ധാമം തന്നെയാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന ഇന്നത്തെ ദ്വാരകയും ഇന്നത്തെ ഗോകുലവും മധുരയൊക്കെ ഭഗവാൻ തന്നിരിക്കുന്നത്. കാരണം എന്താണ്? ഭഗവാന്റെ കാരുണ്യമാണ് ഈ ധാമങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഭഗവാനെ മറന്നു വന്ന ജീവാത്മാക്കൾക്ക് ഭഗവാനെ പറ്റി ഓർക്കാനും ഭഗവാനെ ആരാധിക്കാനും അപ്പം ഭഗവാന്റെ ആ ലീലകളെ സ്മരിക്കാനും വേണ്ടിയിട്ടാണ് ആ ധാമങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരു വ്യക്തി നമ്മൾ എപ്പോഴും അങ്ങനത്തെ ഒരു ധാമത്തിൽ പോകുന്ന സമയത്ത് ഇത് ഭഗവാന്റെ ഈ ധാമവും ഭഗവാൻ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന ബോധത്തോടെ നമ്മൾ ആ ഒരു ധാമത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുക. ആ ഒരു മൂടോടെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ആ ഒരു സേവന മനോഭാവത്തോടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പം അതിനും പറയുന്നുണ്ട്, അല്ലെ? ശ്രീകൃഷ്ണനെ ഭഗവാനെ പോലെ തന്നെ ശ്രേഷ്ഠവും തുല്യനിലയിൽ ആരാധനവുമാണ്. പ്രജരാജ നന്ദനായി സ്വയം കാഴ്ച അരുളുന്ന കൃഷ്ണ ഭഗവാൻ സർവാരാധനെന്നും അതുപോലെ വൃന്ദാവനധാമവും അവിടുന്ന് തുല്യം ആരാധനാർഹമാണെന്നും ചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിച്ചു. ചൈതന്യ മഹാപ്രഭു പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആരാധിതോ വ്രജേഷ തന്നെയാം തദ്ധാമ വൃന്ദാവനം. അപ്പം എത്രത്തോളം വ്രജേഷ തന്നെയായ കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നു, അതുപോലെ തന്നെ ആരാധ്യമാണ് തദ്ധാമ വൃന്ദാവനം, അദ്ദേഹത്തിന്റെ ധാമമായ ശ്രീ വൃന്ദാവന ധാമവും എന്നും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ എക്സ്പാൻഷൻസും ഈക്വലി
ആരാധിക്കപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അല്ലെ, ചരിത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥവും, അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊരു കാര്യം ആത്മീയപരമായിട്ട് നമ്മൾ ഭഗവാനോട് ഉപയോഗിക്കുന്ന, ഈവൻ നമ്മളൊരു മണിയായാലും ശരി, ആരാധിക യൂസ് ചെയ്യുന്ന മണിയോ അല്ലെങ്കിൽ ഒരു കർത്താലം, മൃദംഗം, അപ്പൊ അതൊക്കെ നമ്മൾ എന്താ ചെയ്യുക, അതിനെ നമ്മൾ ആ ഒരു റെസ്പെക്റ്റോടെ നമ്മൾ കാണണം എന്നാണ്. കാരണം അതും ഭഗവാനും തമ്മിൽ, ഭഗവാന്റെ എക്സ്പാൻഷൻ സൈഡും അതും ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ ആ മൂടോടെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇനി അടുത്തൊരു ശ്ലോകത്തിലോട്ട് പോവാം. ശ്ലോകം 19. ബ്രഹ്മാണ്ഡേ പ്രകാശതാര കൃഷ്ണേര ഇച്ഛായ ഏക ഈ സ്വരൂപ താര നാഹി ദുയി കായ. ബ്രഹ്മാണ്ഡേ പ്രകാശതാര കൃഷ്ണേര ഇച്ഛായ ഏക ഈ സ്വരൂപ താര നാഹി ദുയി കായ. ബ്രഹ്മാണ്ഡേ പ്രകാശതാര കൃഷ്ണേര ഇച്ഛായ ഏക ഈ സ്വരൂപ താര നാഹി ദുയി കായ. ബ്രഹ്മാണ്ഡേ ഭൗതിക ലോകത്തിനുള്ളിൽ പ്രകാശ പ്രത്യക്ഷമാകൽ, ധാര അതിന്റെ, കൃഷ്ണേര ഇച്ഛായ കൃഷ്ണന്റെ പരമമായ ഇച്ഛയാൽ, ഏക ഈ അത് തന്നെ ആകുന്നു, സ്വരൂപ സ്വരൂപം, താര അതിന്റെ, നാഹി അല്ല, ദ്വി രണ്ട്, ഖായ ശരീരങ്ങൾ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി കൃപ ശ്രീ പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ആ ധാമം ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കൃഷ്ണ ഭഗവാന്റെ ഇച്ഛയാലാണ്. അത് ആദിമ ഗോകുലത്തിൽ നിന്ന് അഭിന്നമാണ്. അവ രണ്ട് വ്യത്യസ്ത ഉടലുകളല്ല. ഭാവാർത്ഥം: മുകളിൽ പ്രതിപാദിച്ച ധാമങ്ങൾ കൃഷ്ണ ഭഗവാന്റെ സർവശക്തമായ ഇച്ഛയാൽ ചലിക്കാൻ ശേഷി ഉള്ളവയാണ്. ശ്രീകൃഷ്ണൻ ഭൂമുഖത്ത് അവതരിക്കുമ്പോൾ തന്റെ ധാമങ്ങളെയും അവയുടെ മൗലികമായ ഘടനയിൽ യാതൊരു മാറ്റവുമില്ലാതെ അവിടുന്ന് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. ഭൂമിയിലെ ധാമങ്ങൾ ഭൗതികമാണെന്നും മൗലിക ധാമങ്ങൾ ആധ്യാത്മികമാണെന്നും ചിന്തിച്ച് അവ തമ്മിൽ വിവേചനം അരുത്. അവയെല്ലാം ആധ്യാത്മികങ്ങളാണ്. ഇപ്പോഴത്തെ ബദ്ധാവസ്ഥയിൽ ഭൗതിക ദ്രവ്യത്തിന് അതീതമായി ഒന്നിനെ അനുഭവിക്കാൻ നമുക്ക് കഴിവില്ല. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഭൗതിക നേത്രങ്ങളാൽ തന്നെ ആത്മീയ രൂപങ്ങളെ ദർശിക്കാനുള്ള സൗകര്യം നൽകുന്നതിനെ നാമങ്ങളും അർച്ചാവിഗ്രഹ രൂപത്തിൽ ഭഗവാൻ നമുക്ക് മുന്നിൽ പ്രത്യക്ഷമാകുന്നു. ഒരു നവഭക്തൻ ആരംഭത്തിൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായേക്കാം. പക്ഷേ കാലക്രമത്തിൽ ഭക്തി സേവനത്തെ പുരോഗതി കൈവരിക്കുമ്പോൾ ഈ തിരിച്ചറിവ് എളുപ്പമാവുകയും ഈ പ്രത്യക്ഷ രൂപങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം അവന് അനുഭവവേദ്യമാവുകയും ചെയ്യും. അപ്പം ശ്രീല പ്രഭുപാദ് ഇതിൽ വളരെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ആധ്യാത്മിക ലോകത്തുള്ള ധാമങ്ങളും ഭൗതിക ലോകത്തിൽ അവതരിച്ച ആ ധാമം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് ഇവൻ ഒരു മൂവബിൾ പോലെയാണ്. ഭഗവാൻ ഇവിടെ അവതരിക്കുന്ന സമയത്ത് ആ ധാമങ്ങളെ അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും അതിന് രണ്ടിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടില്ല എന്ന കാര്യമാണ് പറയുന്നത്. കാരണം ഇത് ഭൗതിക ലോകത്തുള്ള വൃന്ദാവനമാണ്, ഇത് ആധ്യാത്മിക ലോകത്തുള്ള വൃന്ദാവനമാണ് എന്ന ചിന്താഗതി നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഭൗതിക നേത്രങ്ങളാൽ ഒരിക്കലും ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ശ്രീല പ്രഭുപാദ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ എത്രത്തോളം ഭൗതികമായിട്ടുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചാലും, പല പല ടെലസ്കോപ്പും പല പല ടെക്നോളജി കണ്ടുപിടിച്ചാൽ കൂടി നമ്മൾ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭൗതികമായിട്ടുള്ള പല പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഇൻവെന്റ് ചെയ്താലും അത് അത് വെച്ചുകൊണ്ട് ഒരിക്കലും ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? നമുക്ക് ആധ്യാത്മികപരമായി നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്താ ചെയ്യാൻ, അതിനെ സ്പിരിച്വലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഒരിക്കലും ഭൗതികപരമായിട്ടുള്ള നമ്മുടെ കഴിവുകൾ കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളപ്പോൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവാൻ അർച്ചാവിഗ്രഹം എന്ന രൂപത്തിലും അതുപോലെ തന്നെ ധാമം എന്ന രൂപത്തിലും ഭഗവാൻ പ്രത്യക്ഷമായിരുന്നു. കാരണം അവിടെ പോകുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനെ പറ്റിയുള്ള അർച്ചാവിഗ്രഹത്തിലൂടെ എന്താ ചെയ്യാൻ സാധിക്കുക? ഒരു ഭക്തന് ഭഗവാനെ പേഴ്സണലി സർവീസ് ചെയ്യാൻ, സേവനം ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ഭഗവാന് നിവേദനം സമർപ്പിക്കാം, ഭഗവാനെ ഒരുക്കാം, ഭഗവാൻ അഭിഷേകം ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. ആരോ മ്യൂട്ട് ചെയ്യാൻ പറ്റും? ഹരേ കൃഷ്ണ. അപ്പൊ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതിനെന്താ ചെയ്യാം? അപ്പൊ അതുകൊണ്ടാണ് ഭക്തിരസാമ സിന്ധുവിലും രൂപഗോസ്വാമി പറയുന്നത്, അത് ശ്രീകൃഷ്ണ നാമാദി നഭവേ ഗ്രാഹ്യം ഇന്ദ്രിയെ സേവമുഖി ജിഹ്വാദോ സ്വം ഏവ സ്മൃത്യത. അപ്പം എന്താണ് അത് ശ്രീകൃഷ്ണ നാമാദി? അപ്പൊ നമുക്ക് ഒരിക്കലും ഭഗവാന്റെ നാമം ഗുണം ലീല ഇതൊന്നും നമുക്ക് നഭവേ ഗ്രാഹം ഇന്ദ്രിയ, നമ്മുടെ ഭൗതികമായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും അതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാ അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക? സേവോന്മുഖി ജിഹ്വാദോ,
അപ്പം നമ്മൾ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ സേവനങ്ങൾ നമ്മൾ നാവിലൂടെ നമുക്ക് ഭഗവാന്റെ തിരുനാമങ്ങൾ ജീവിക്കാം, പ്രസാദം നമ്മൾ കഴിക്കാം, ഭഗവാനെ പറ്റി നമ്മൾ പ്രകീർത്തിക്കാം. അപ്പൊ അങ്ങനെ ഭഗവാന് പല പല സേവനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സേവൻമുഖീക്ക് ജിഹ്വാദോ, അതിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ജിഹ്വ, നാവിലൂടെയാണ് ആദ്യത്തെ സേവനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വയം ഏവ സ്ഫുരത്യത. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് കാലക്രമേണ ഇത് അനുഭവവേദ്യമായിട്ട് മാറും എന്നാണ് ശ്രീല രൂപഗോസ്വാമി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ആ ഇന്ദ്രിയങ്ങൾ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ നിരതനാവുന്നു, അതനുസരിച്ചാണ് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെളിവാകുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും നമ്മുടെ പാണ്ഡിത്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടോ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അത് ഭഗവാന്റെയും ഭക്തന്മാരുടെയും ഗുരുവിന്റെ ഒക്കെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അടുത്ത ഒരു ശ്ലോകം കൂടി എടുക്കാം, കൂടി ഉണ്ട്. ശ്ലോകം 20. ചിന്താമണി ഭൂമി കൽപ്പവൃക്ഷമയ വന ചർമ്മചക്ഷേ ദേക്കേ താരേ പ്രപഞ്ചേ രസമ. ചിന്താമണി ഭൂമി കൽപ്പവൃക്ഷമയ വന ചർമ്മചക്ഷേ ദേക്കേ താര പ്രപഞ്ചേ രസമ. ചിന്താമണി ഭൂമി കൽപ്പവൃക്ഷമയ വന ചർമ്മചക്ഷേ ദേക്കേ താരേ പ്രപഞ്ചേ രസമ. ശബ്ദാർത്ഥം: ചിന്താമണി ഭൂമി, ചിന്താമണി കല്ലുകളുടെ കൽപ്പവൃക്ഷമായ കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ വനങ്ങൾ, ചർമ്മചക്ഷേ ഭൗതിക നേത്രങ്ങൾ, ദേക്കേ കാണുക, താരേ അത്, പ്രപഞ്ചേര സമ ഭൗതിക സൃഷ്ടിക്ക് തുല്യം. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാനന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീലപ്രഭുപാദ് കി ജയ്. വിവർത്തനം: അവിടുത്തെ ഭൂമി ചിന്താമണി രത്നവും വനങ്ങൾ കൽപ്പവൃക്ഷ നിബിഡവുമാണ്. എങ്കിലും ഭൗതിക നേത്രങ്ങൾ അതിനെ ഒരു സാധാരണ സ്ഥലമായി കാണുന്നു. ഭാവാർത്ഥം: ഭൗതിക കൃപയാൽ ഭഗവത് കൃപയാൽ ഭഗവത് ധാമങ്ങൾക്ക് അവിടുന്ന് തന്നെയും അവരുടെ മൗലികമായ പ്രാധാന്യം നഷ്ടപ്പെടാതെ ഒരേ സമയം പ്രത്യക്ഷരാകാൻ കഴിയും. ഒരുവന് ഭഗവാനുള്ള സ്നേഹവും ഭക്തിയും അതിന്റെ പൂർണ്ണതയിലേക്ക് വികസിക്കുമ്പോൾ മാത്രമേ ആ ധാമങ്ങളെ യഥാരൂപത്തിൽ ദർശിക്കാൻ കഴിയുകയുള്ളൂ. ഭൗതിക പ്രകൃതിക്ക് ആധിപത്യം സ്ഥാപിക്കാനുള്ള മനോഭാവം പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ധാമങ്ങൾ യഥാതഥം ദർശിക്കാൻ കഴിയുകയുള്ളെന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിലെ ഒരു മഹാചാര്യനായ ശ്രീ നരോത്തമദാസ ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്. ഭൗതിക വസ്തുക്കളെ അനാവശ്യമായി ആസ്വദിക്കുന്ന ഹീനമായ മനോഭാവം ഉപേക്ഷിക്കുന്നതിന്റെ അനുപാതത്തിൽ ഒരുവന്റെ ആത്മീയ വീക്ഷണം വികസിക്കുന്നു. ചില ദുശീലങ്ങൾ മൂലം രോഗബാധിതനായ ഒരു വ്യക്തി രോഗശമനത്തിന് വൈദ്യന്റെ ഉപദേശം നിർബന്ധമായും പിന്തുടരാൻ തയ്യാറാവണം. അതിന്റെ അനുക്രമം എന്ന നിലയിൽ സ്വാഭാവികമായും അവൻ രോഗത്തിനുള്ള കാരണം ഉപേക്ഷിക്കാൻ ഉദ്യമിക്കണം. രോഗി ദുശീലങ്ങളിൽ തന്നെ തുറന്നുകൊണ്ട് ഡോക്ടർ രോഗം ഭേദപ്പെടുത്തണമെന്ന് കരുതാൻ കഴിയില്ല. പക്ഷെ ആധുനിക ഭൗതിക സംസ്കാരം ഒരുതരം രോഗാതുരമായ അന്തരീക്ഷത്തിലാണ് നിലനിർത്തുന്നത്. ജീവസത്ത ആത്മീയ സ്ഫുല്ലിംഗം ആയതിനാൽ ഭഗവാനെ പോലെ തന്നെ ആധ്യാത്മികമാണ്. ഭഗവാൻ വലുതും ജീവസത്ത ചെറുതും ആണെന്നത് മാത്രമാണ് വ്യത്യാസം. ഗുണപരമായി അവർ ഒന്ന് തന്നെയാണ്, പക്ഷേ അളവിൽ അവർ ഒന്നല്ല. അതിനാൽ ജീവസത്ത സ്വരൂപേണ ആധ്യാത്മിക ആയതിനാൽ അവന് വൈകുണ്ഠങ്ങൾ എന്ന വിളിക്കുന്ന അളവറ്റ ആധ്യാത്മിക ഗോളങ്ങളുള്ള ആത്മീയ ആകാശത്തിൽ മാത്രമേ സന്തോഷവാനാവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭൗതിക ശരീരത്തിൽ ബദ്ധനായ ഒരു ആധ്യാത്മിക ജീവി അവന്റെ രോഗകാരണത്തെ മൂർച്ഛിപ്പിക്കുന്നതിന് പകരം രോഗത്തെ നിവാരണം ചെയ്യാൻ ഉദ്യമിക്കണം. ഭൗതികാസ്തികങ്ങളിൽ മുഴുകുന്ന വിഡ്ഢികൾ തങ്ങൾ ജനങ്ങളുടെ നേതാക്കളാണെന്ന് അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മീയ മൂല്യത്തെ അവർ അറിയാതെ പോകുന്നു. അത്തരം മായാബദ്ധരായ ജനനായകന്മാർ വരാൻ പോകുന്ന എത്രയോ വർഷങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. എങ്കിലും ഭൗതിക പ്രകൃതിയുടെ ത്രിവിധ ക്ലേശങ്ങളാൽ ബദ്ധരായ മനുഷ്യരെ സന്തുഷ്ടരാക്കുക അവർക്ക് ദുഷ്കരമാണ്. എത്ര കഠിനാധ്വാനം ചെയ്താലും ഒരുവന് പ്രകൃതിയുടെ നിയമങ്ങളെ നിയന്ത്രിക്കുക സാധ്യമല്ല. ഒടുവിൽ അവൻ നിശ്ചയമായും പ്രകൃതിയുടെ അന്തിമ നിയമമായ മരണത്തിന് വിഷയീഭവിക്കണം. മരണം, ജനനം, വാർദ്ധക്യം, രോഗം ഇവയെല്ലാം ജീവജാലങ്ങളുടെ രോഗാതുരമായ അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. അതിനാൽ ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിതരാവുകയും സ്വഭവനമായ ഭഗവത്ധാമയിലേക്ക് മടങ്ങി പോവുകയും ആയിരിക്കണം മനുഷ്യജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പം ഈ ഒരു ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ടും നമ്മുടെ രോഗം എന്താണെന്ന കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഭഗവാനെ മറന്ന് ആസ്വദിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള രോഗം. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ ആ ഒരു ആസ്വദിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാന്റെ ധാമങ്ങളും, അതായത് ഭഗവാൻ ആക്ച്വലി ഇവിടെ അവതരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ധാമങ്ങളും ഭൗതികമായിട്ടുള്ള കണ്ണുകളോടെ അദ്ദേഹം കാണുന്നുള്ളൂ എന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ ധാമം ഇവിടെ അവതരിക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും അതുപോലെ തന്നെ
അത് പൂർണ്ണതയിൽ വികസിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആ ധാമങ്ങളെ യഥാർത്ഥമായിട്ട് കാണാൻ സാധിക്കുക, അല്ലെ? അപ്പൊ നമ്മള് ഭഗവാനോടുള്ള എന്താണ്, അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ഭക്തി സേവനത്തിൽ നമ്മൾ അത്രത്തോളം അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഈ ധാമങ്ങളെ ദർശിക്കാനുള്ള കഴിവ് വരുന്നത്. അല്ലാതെ നമുക്ക് ജസ്റ്റ് പ്രഭുപാദ് പറയുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയി വൃന്ദാവനത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അത് നമുക്ക് എന്താണ്, നമ്മൾ ആ സേവന മനോഭാവത്തോടെയും ആ സ്നേഹത്തോടും ഭക്തിയോടും മാത്രമാണ് ഒരു വ്യക്തിക്ക് ധാമങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പം നമുക്ക് ഈ ധാമങ്ങളെ, അപ്പൊ നമുക്കൊരു എൻജോയിങ് ടെൻഡൻസി, അല്ലെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് ഒരു ആസ്വദിക്കാനുള്ള ഒരു മനോഭാവത്തിലൂടെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ധാമങ്ങളെ റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം കാരണം അദ്ദേഹം ചിന്തിക്കുന്നതാണ്, ഞാൻ അവിടെ പോയി എനിക്ക് എന്ത് ആസ്വദിക്കാൻ സാധിക്കും, അല്ലെ? നമ്മള് ഭഗവാനെ മറന്ന് ആസ്വദിക്കണം എന്നുള്ള ചിന്തയോടെയാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ നമുക്ക് ആസ്വാദിക്കണം, ആസ്വാദനം എന്ന് പറയുന്നത് തെറ്റില്ല ശരിക്കും. പക്ഷെ എന്താ ചെയ്യുക? നമുക്ക് ആചാര്യന്മാര് പറയുന്ന കാര്യം എന്താണെന്ന്, നമ്മൾ ഭഗവാന് സന്തോഷം കൊടുത്തിട്ട് നിങ്ങൾ ആസ്വദിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഭഗവാന് ആസ്വാദനം കൊടുക്കുമ്പോഴാണ് ഒരു ജീവാത്മാവിന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നേടുക്കാൻ സാധിക്കുക. അപ്പൊ ഭഗവാനെ മറന്ന് ഒരിക്കലും ഒരു ജീവാത്മാവിന് യഥാർത്ഥ സന്തോഷം നേടാൻ സാധിക്കില്ല ഭൗതിക ലോകത്തിൽ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അപ്പൊ എത്രത്തോളം അദ്ദേഹത്തിന്റെ ഭൗതിക ആസ്വാദനത്തിന്റെ ടെൻഡൻസി എത്രത്തോളം കുറയുന്നു, അതനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നരോത്തമദാസ് ഠാക്കൂർ പറയുന്ന പോലെ തന്നെ ഭൗതിക പ്രകൃതി എന്താണ് പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണ്, ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള മനോഭാവം പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ധാമങ്ങൾ യഥാതഥം ദർശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിലെ മഹാചാര്യൻ ശ്രീ നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നമുക്കൊരു ലോഡിങ് ഓവർ ടെൻഡൻസി ഇല്ലേ, ഞാനാണ് ഇതിന്റെ കൺട്രോളർ, പ്രൊപ്പറേറ്റർ എന്ന ചിന്താഗതി ഇല്ലേ, അതിന്റെ നമ്മൾ ആധിപത്യം സ്ഥാപിക്കാനുള്ള ആ ഒരു മനോഭാവത്തിന് നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ആ ധാമങ്ങൾ യഥാർത്ഥമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ധാമത്തിന് നമ്മളെ ഭൗതികമായിട്ടുള്ള കണ്ണുകളോടെ നമ്മൾ വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതില് പ്രഭുപാദ് നല്ലൊരു അനോളജി പോലെ തരുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്, അപ്പം ഒരു വ്യക്തിക്ക് രോഗബാധിതനായ ഒരു വ്യക്തിക്ക് ഒരു ഡോക്ടർ ചിലപ്പോൾ പറയും രോഗത്തിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച ശേഷം അതിന് ഈ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യാതിരിക്കരുത് എന്നുള്ള കാര്യം പറയില്ല. നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുക എന്നുള്ള കാര്യം പറയുന്ന പോലെ തന്നെ, അപ്പൊ നമ്മൾ ആ ഒരു വൈദ്യന്റെ ഉപദേശം നമ്മൾ പിന്തുടർന്നാൽ മാത്രമാണ് നമുക്ക് ആ രോഗത്തിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് വരാൻ സാധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് ആ രോഗം, നമുക്ക് ആ ഭവരോഗം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എൻജോയ് ടെൻഡൻസിയാണ് നമുക്കുള്ള ആ ഒരു രോഗം, ഭഗവാനെ മറന്നുള്ള എൻജോയ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വൈദ്യനായിട്ടുള്ള നമ്മൾ ആധ്യാത്മിക ഗുരുവര്യന്മാർ നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ് ഈ ഭഗവാൻ നമുക്ക് ശാസ്ത്രങ്ങളും ഭഗവാന്റെ വചനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ് ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കുക. അതേസമയത്ത് നമ്മുടെ രോഗി ദുശീലങ്ങൾ തുടരുന്ന പോലെ തന്നെ തുറന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും ആ രോഗം ഡോക്ടർക്ക് ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ രോഗത്തിനെ മാറ്റാൻ സാധിക്കില്ല. ഡോക്ടർ എത്രത്തോളം ശ്രമിച്ചാലും ആ വ്യക്തി ആ ദുശീലങ്ങൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ട്രീറ്റ്മെന്റ് കൊണ്ട് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഹെൽത്തിലോട്ട് പുറത്തു വരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ആധുനിക ലോകത്ത് എന്താണ്, നമ്മളെല്ലാവരും അതുപോലെ തന്നെ ഒരു രോഗാതുരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. എന്താ, നമ്മളാണ് എൻജോയർ, നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാം, മാക്സിമം എൻജോയ് ചെയ്യാം ഉള്ള ആ ഒരു ഇതാണ്, പ്രൊപ്പഗണ്ടയാണ് നമുക്ക് ആധ്യാത്മിക ഈ ഭൗതിക ലോകത്തിൽ ആധുനിക ആയിട്ടുള്ള ഈ ഒരു സിവിലൈസേഷൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ എന്താ പറയാ, ആധ്യാത്മിക ജീവിതത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയതൃപ്തിയും ആധ്യാത്മിക ജീവിതം ഒരുമിച്ച് പോകാൻ സാധിക്കില്ല. അല്ലെ, നമ്മളൊരു തോണിയിൽ പോകുന്ന സമയത്ത് എന്താ, നിങ്ങൾ ഒരു കാലം ഒരു തോണിയിലും വേറൊരു കാലം വേറൊരു തോണിയിൽ വെച്ച് നമുക്ക് ഒരിക്കലും ഇങ്ങോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെ? നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് ഇന്ദ്രിയ തൃപ്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ അദ്ദേഹം മുന്നോട്ട് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അദ്ദേഹം എത്രത്തോളം ആധ്യാത്മിക ഗുരുവര്യന്മാരും അല്ലെങ്കിൽ ഭക്തന്മാരും അല്ലെങ്കിൽ ശീലപ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചാലും നമ്മളായിട്ട് തന്നെ നമുക്ക് ആ ഒരു എൻജോയിങ് ആയിട്ട് ടെൻഡൻസി, നമ്മൾ ഭഗവാൻ മറന്നുള്ള എൻജോയ് ചെയ്യുന്ന ടെൻഡൻസിയെ നമ്മൾ മാറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വ്യക്തി മനസ്സിലാക്കുക, എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എത്രത്തോളം ഭൗതിക ലോകത്തിൽ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിച്ചാലും, ഭഗവാനെ മറന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചാലും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നമുക്ക് എഴുതാൻ സാധിക്കില്ല. കാരണം എന്താണ്, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്, അല്ലെ? ഭഗവാൻ പൂർണ്ണനാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ അംശമാണ്. നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി വൈസ് നമ്മൾ ഒന്നാണെങ്കിലും ക്വാണ്ടിറ്റി, അല്ലെ, ഗുണത്തിൽ ഒന്നാണെങ്കിൽ മാത്രമേ നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ജീവാത്മാക്കൾക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രം, ആധ്യാത്മികപരമായിട്ടുള്ള സേവനങ്ങളിലൂടെയും ആധ്യാത്മികപരമായിട്ടുള്ള നമ്മൾ ഭക്തി സേവനത്തിലൂടെ മാത്രമാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം അദ്ദേഹം നേടിയെടുക്കാൻ സാധിക്കുക ഉള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം അല്ലാതെ നമ്മൾ എത്രത്തോളം ഈ നമ്മൾ ആക്ച്വലി ആത്മാവായതുകൊണ്ട് ഭൗതിക വസ്തുക്കളിൽ നിന്ന് എത്ര സന്തോഷം നമ്മൾ നേടാൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും സന്തോഷം നേടാൻ സാധിക്കില്ല.
നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതാണ് ശീല പ്രഭുപാദ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത പോലെ തന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് എത്രത്തോളം നമ്മൾ ഭൗതിക വസ്തുക്കൾ നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചാലും ആത്മാവാൻ നമ്മൾക്ക് യഥാർത്ഥ സന്തോഷം നേടിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയുന്ന പ്രഭുപാദ് പറയുന്നതാണ്, ഈവൻ ദോ നമുക്ക് ഒരുപാട് അഡ്വാൻസ്മെന്റ് ഒക്കെ ഭൗതിക ലോകത്തിൽ വരികയാണെങ്കിലും അപ്പൊ അതിനുവേണ്ടി ഒരുപാട് നമ്മള് ഭൗതിക നേതാക്കന്മാരും അല്ലെങ്കിൽ ലീഡേഴ്സ് ഒക്കെ പല പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ ആക്ച്വലി എന്താ സംഭവിക്കുക, അതൊക്കെ കാലക്രമേണ മരണം അതൊക്കെ അവർ എടുത്തുകൊണ്ട് പോകണം. അവർ പല പല പുതിയ പ്ലാനുകളും ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചാൽ കൂടി നമ്മൾ ഭഗവാനായിട്ട് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും യഥാർത്ഥമായിട്ട് സന്തോഷം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ എത്രത്തോളം അതിനൊക്കെ പരിശ്രമിച്ചാലും അവര് ഭഗവാനെ മറന്ന് കൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മളെ പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും അതിന് സൊല്യൂഷൻ കിട്ടില്ല എന്നാണ് ശ്രീല പ്രഭുപാദ് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നത്. നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നമുക്കറിയാം പ്രകൃതിയുടെ നിയമങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അല്ലെ. നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രമിച്ചാലും പല പല രോഗങ്ങളും അല്ലെ പല പല കാര്യങ്ങളും ഭൗതിക പ്രകൃതിയുടെ പല പല ക്ലേശങ്ങളും ഒക്കെ നമ്മൾ വരികയാണെങ്കിലും അതിനെ നമുക്ക് തടുത്തു നിർത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ആരുമേ അല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് നമുക്ക് അങ്ങനെ ഈ ഭൗതിക പ്രകൃതിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് എന്താണ് ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ. കാരണം ഭഗവാന്റെ മായാശക്തിയെ നമുക്ക് ഒരിക്കലും നമ്മളെ ചെറിയൊരു ജീവാത്മാക്കൾക്ക് ഒരിക്കലും അത് തടുത്തു നിർത്താനുള്ള ശക്തി നമുക്കില്ല അല്ലെ. അതാണ് ഭഗവാൻ പറയുന്നത്, ദൈവികേശ ഗുണമയി മമ മായ ദുരത്യ മാം ഏവയാം പ്രപദ്യത്തെ മായ വേദാൻ തരംതിരി അല്ലെ. അപ്പൊ ഭഗവാന്റെ മായാശക്തി ദൈവേക്ഷ ഗുണമയി, ആ മായാശക്തി എന്ന് പറയുന്നത് മമമായ ദുരത്തെ, അത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവാത്മാക്കൾക്ക് ഒരിക്കലും അവരുടെ കഴിവുകൊണ്ട് അതിന് ക്രോസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനെന്താ ഒരു വഴി? ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് മായാശക്തിയെ വളരെ എളുപ്പമായിട്ട് അതിനെ ക്രോസ് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് ശീല പ്രഭുപാദ് നമുക്ക് ഭഗവത്ഗീതകളിലൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഒരു വ്യക്തി ഈ ഒരു നമ്മള് ജീവിതത്തിന്റെ പരിപൂർണ്ണ ലക്ഷ്യമായ ഭഗവത് പ്രേമം നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും ഈ ലോകത്ത് നിന്ന് ജന്മമൃത്യു ജരാവധിയിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അല്ല ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഭഗവാനായിട്ട് റീകണക്ട് ചെയ്യാനുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാന്റെ വംശങ്ങളാണ്, ഭഗവാനായിട്ട് കണക്റ്റഡ് ആയ വ്യക്തികൾ തന്നെയാണ്. അത് നമ്മൾ മറന്നിരിക്കുകയാണ്. എങ്ങനെയാണോ ഒരു മേഘം വന്ന് പലപ്പോഴും സൂര്യനെ മറക്കുന്ന പോലെ തന്നെ നമ്മളിപ്പോ അതിനെ മറന്നിരിക്കുകയാണ്. നമ്മൾ മറന്ന ആ ഒരു കാര്യത്തെ നമ്മൾ റീഅവേക്കൻ ചെയ്യുന്ന പ്രോസസ്സാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ആ ഭഗവാനെ പറ്റി ആ ഭഗവാനായിട്ട് റീകണക്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനുള്ള കാര്യമാണ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നത്, അപ്പൊ പൂർണ്ണമായിട്ടും സ്നേഹത്തോടെയും ഭഗവാൻ സേവനത്തിന് അപേക്ഷിച്ചുകൊണ്ട് അപരാധമില്ലാതെ ജപിക്കുന്ന ഒരു വ്യക്തിക്ക്, നിരന്തരം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാനായിട്ട് എല്ലാ സമയവും കണക്റ്റഡ് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഭൗതികമായിട്ടുള്ള എന്തൊരു പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാനും അതിന് ഭഗവാന്റെ കാരുണ്യത്തിനെ കാണാനും സാധിക്കും എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതില് പ്രഭുപാദ് വളരെ വ്യക്തമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ. അതിനാൽ ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിതരാവുകയും സ്വഭാവനമായ ഭഗവത്ധാമങ്ങളിലേക്ക് മടങ്ങി പോകാൻ ആയിരിക്കണം മനുഷ്യ ജീവിതത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വളരെ വ്യക്തമായിട്ടും പ്രഭുപാദ് പറഞ്ഞത്, അതായത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ പെർമനന്റ് സെറ്റിൽ ചെയ്യാൻ വന്ന ആൾക്കാരല്ല, നിന്ന് തിരിച്ചു പോവുകയും ഭഗവാന്റെ ധാമത്തിലോട്ട് തിരിച്ചുപോയി ഭഗവാനെ സേവനം ചെയ്യാനുള്ള കാര്യമാണ് നമുക്ക് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അതിനുള്ളൊരു ട്രെയിനിങ് ആണ് നമുക്ക് ഇസ്കോൺ കൂടെ തരുന്നത് അല്ലെ. ഭഗവാനെ പല രീതിയിൽ സേവനങ്ങൾ ചെയ്യാനും ഉള്ള അവസരങ്ങളാണ് ശീല പ്രഭുപാദ് നമുക്ക് തരുന്നത്. ഭക്തന്മാരുടെയും ഗുരുവുടെയും ഒക്കെ തരുന്ന കാരുണ്യമാണത്. അപ്പൊ അതിനെ നമ്മൾ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ട്രെയിനിങ് എടുത്താൽ നമുക്ക് ഫൈനൽ എക്സാം ആയ മരണം വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഈ ഒരു കുറച്ച് ശ്ലോകങ്ങളോട് പറയാനുള്ളത്. ജയകൃഷ്ണ. ഓൾമോസ്റ്റ് 5:45. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ല തോന്നുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ശ്രീചൈതന്യ ചരിതാമൃതം കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. സമവേത ഭക്തവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭു. താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. ക്ലോസ് ആയിട്ടെ പ്രഭു. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ.